മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിസ്മയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഹാഷനും സംഘവും പ്രധാന വേഷങ്ങളിലെത്തിയ വാഴ 2. റിലീസ് ചെയ്ത നിമിഷം മുതൽ തിയേറ്ററുകളിൽ വൻ തരംഗം സൃഷ്ടിച്ച ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി രൂപ ഗ്രോസ് നേടുന്ന ഏറ്റവും വേഗതയേറിയ ചിത്രമെന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ സിനിമയുടെ ഈ വമ്പൻ വിജയത്തിനിടയിലും ആയുർവേദ ചികിത്സാ രീതിയെക്കുറിച്ചുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ ചിത്രം വലിയൊരു നിയമ പോരാട്ടത്തെ നേരിടുകയാണ്. വെറും 15 ദിവസം കൊണ്ടാണ് സിനിമ 100 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടത്. ഇതിനോടകം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 175 കോടിക്ക് മുകളിൽ വാരിക്കൂട്ടിയ ഈ ഹാഷർ ചിത്രം ഉടൻ തന്നെ 200 കോടി ക്ലബിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയിൽ ഹാഷറിന്റെയും സംഘത്തിന്റെയും പ്രകടനം യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. സിനിമയുടെ തിളക്കത്തിനിടയിൽ കരിനിഴലായി മാറിയത് ആയുർവേദ മേഖലയിൽ നിന്നുള്ള പ്രതിഷേധമാണ്. ബിജുകുട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ കരൾ ലോകം വരുന്നത് ആയുർവേദ മരുന്നായ അരിഷ്ടം കഴിച്ചത് കൊണ്ടാണെന്ന രീതിയിലുള്ള ചിത്രീകരണം തെറ്റായ സന്ദേശം നൽകുന്നുവെന്നാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിക്കുന്നത്. ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഇത്തരം പരാമർശങ്ങൾ ഒരു പൗരാണിക ചികിത്സാ ശാഖയെ അപമാനിക്കുന്നതാണെന്ന നിലപാടിലാണ് അവർ. സാമൂഹിക മാധ്യമങ്ങളിൽ ആയുർവേദ ഡോക്ടർമാർ നേരത്തെ തന്നെ ഈ രംഗത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിഷയം നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. സിനിമയുടെ വൻ വിജയത്തെ ഈ വിവാദം എങ്ങനെ ബാധിക്കുമെന്നും അണിയറ പ്രവർത്തകർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഹാഷറും സംഘവും തകർത്ത് അഭിനയിക്കുന്ന വാഴ 2 എന്ന ചിത്രത്തിലെ ഒരു കോമഡി രംഗമാണിപ്പോൾ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ AMAയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നടൻ ബിജുകുട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മുൻനിർത്തി ആവിഷ്കരിച്ച ഈ രംഗം ആയുർവേദ ചികിത്സയെ അശാസ്ത്രീയമായി ചിത്രീകരിക്കുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം. സിനിമയിൽ ബിജുകുട്ടന്റെ കഥാപാത്രം നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി കരൾ രോഗത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആയുർവേദത്തിലെ സുപ്രധാന ഔഷധമായ അരിഷ്ടത്തിന്റെ ഉപയോഗമാണ്. ദിനംപ്രതിയുള്ള ആയുർവേദ മരുന്നിന്റെ ഉപയോഗം കരളിനെ ബാധിക്കുമെന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും രംഗങ്ങളും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നു. ആയുർവേദ മരുന്നുകൾ പാർശ്വഫലമില്ലാത്തവയാണെന്ന പൊതുബോധത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറയുന്നു. ആയുർവേദ മരുന്നുകളെക്കുറിച്ച് തെറ്റായ ധാരണകൾ പൊതുസമൂഹത്തിൽ പടരാൻ ഇത്തരം രംഗങ്ങൾ കാരണമാകുമെന്ന് AMAI ഭാരവാഹികൾ കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയ്ക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സിനിമ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുമ്പോൾ അതിലെ തമാശകളും സംഭാഷണങ്ങളും പലപ്പോഴും സാമൂഹികമായ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. വാഴ 2 എന്ന ചിത്രത്തിലെ ആയുർവേദ പരാമർശത്തെയും ഇത്തരത്തിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നോക്കിക്കാണാനെന്ന് ഒരു വിഭാഗം സിനിമാ നിരീക്ഷകർ വാദിക്കുന്നു. ഹാഷനും സംഘവും അവതരിപ്പിക്കുന്ന വാഴ സീരീസ് പ്രാഥമികമായും യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു മുഴുനീള കോമഡി ചിത്രമാണ്. സിനിമയിലെ കഥാപാത്രങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും പൂർണ്ണമായും സാങ്കല്പികമാണ്. ഒരു കോമഡി സിനിമയിലെ കഥാപാത്രം പറയുന്ന കാര്യങ്ങൾ ആ ചികിത്സാ ശാഖയ്ക്കെതിരെയുള്ള ശാസ്ത്രീയ പ്രബന്ധമായി കാണേണ്ടതില്ലെന്നാണ് സിനിമാ പ്രേമികളുടെ പക്ഷം. ബിജുകുട്ടന്റെ കഥാപാത്രം നേരിടുന്ന പ്രതിസന്ധി ശുദ്ധമായ തമാശയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അതിനെ ആ ചികിത്സാ രീതിയോടുള്ള അനാദരവായി കാണുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ചിലർ വാദിക്കുന്നു. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ വിപിൻ ദാസ് തന്റെ മുൻ ചിത്രങ്ങളിലും ജീവിതത്തിലെ അപ്രതീക്ഷിതവും വിചിത്രവുമായ സാഹചര്യങ്ങളെ തമാശയാക്കി അവതരിപ്പിക്കാറുണ്ട്. ഇത്തരം പരാമർശങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ തൊഴിലിനെയോ മനഃപൂർവ്വം ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലെന്നും മറിച്ച് കഥാപരിസരത്തിന് അനുയോജ്യമായ ഹ്യൂമർ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും അണിയറ പ്രവർത്തകർക്ക് വേണ്ടി വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയുടെ വിജയം അതിന്റെ ആവിഷ്കാര ശൈലിയെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ ചിത്രം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി ഗ്രോസ് നേടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വിഭാഗം ജനങ്ങൾ സിനിമയെ ആഘോഷിക്കുമ്പോൾ അതിലെ ഒരു രംഗത്തെ മാത്രം അടർത്തിയെടുത്ത് വിവാദമാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എങ്കിലും കലയ്ക്ക് വലിയ സാമൂഹിക സ്വാധീനമുള്ളതിനാൽ ആരോഗ്യപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണമെന്നും ആരോഗ്യ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനർത്ഥം തെറ്റായ വസ്തുതകൾ പ്രചരിപ്പിക്കാനുള്ള അനുവാദം എന്നുമല്ലെന്നാണ് അവരുടെ ഒരു വാദം. വാഴ 2 സിനിമയെ ചൊല്ലി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വിവാദം കലയും യാഥാർത്ഥ്യവും തമ്മിലുള്ള കലാതീതമായ സംഘർഷത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഈ വിഷയത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ രണ്ടു പക്ഷത്തും വ്യക്തമായ ന്യായങ്ങൾ നിരത്താനുണ്ട്. ഏതൊരു കലാസൃഷ്ടിക്കും അതിന്റെ ആസ്വാദകരെ രസിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കോമഡി സിനിമയിലെ കഥാപാത്രങ്ങൾ നടത്തുന്ന പരാമർശങ്ങൾ ആ ചികിത്സാ ശാഖയെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്ന് കരുതുന്നത് അമിത പ്രതികരണമാണെന്ന് ഒരു വിഭാഗം സിനിമാ നിരീക്ഷകർ കരുതുന്നു. സിനിമയിലെ തമാശകളെ വെറും തമാശയായി മാത്രം കാണാനുള്ള പക്വത മലയാളി പ്രേക്ഷകർക്കുണ്ടെന്നും ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം ആരും ആയുർവേദ ചികിത്സയെ ഉപേക്ഷിക്കില്ലെന്നുമാണ് സിനിമ അനുകൂലികളുടെ വാദം. ഇതേസമയം പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സിനിമകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആയുർവേദ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നു. വിവാദങ്ങൾക്കും നിയമ നടപടികൾക്കും പകരം ക്രിയാത്മകമായ സംവാദങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യം. വാഴ 3യുടെ പ്രഖ്യാപനം ഇതിനോടകം തന്നെ വിപിൻ ദാസ് നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരം വിവാദങ്ങൾ വരാനിരിക്കുന്ന സിനിമകളുടെ തിരക്കഥയെ കൂടുതൽ ഗൗരവകരമായി സമീപിക്കാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചേക്കാം.